വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഒരു 1/4 കപ്പ് കൂടിയൊക്കെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ മാവിൻ്റെ ലൂസിനനുസരിച്ച് ചെയ്തെടുക്കുക. പാനിൽ അത് ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇത്തിരി ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ചെറുപയർ കൊണ്ടുള്ള ദോശ തയ്യാറായിട്ടുണ്ട്. മാവ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എപ്പോഴാണ് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ മാത്രം സോഡാപ്പൊടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ചുട്ടെടുക്കുക കേട്ടോ. നേരത്തെ തന്നെ സോഡാപ്പൊടി ചേർത്ത് വെക്കണ്ട. എപ്പോഴാണ് നമ്മളത് തയ്യാറാക്കണമെന്ന് വെച്ചാൽ ആ ടൈമിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 2 പാനിലായിട്ടാണ് ചുട്ടെടുത്തത്. അതുപോലെ മുഴുവൻ മാവും ചുട്ടെടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചട്ടിനിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരത്തിന് ഈ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാവിലെ ഒക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഹെൽത്തിയാണ് കേട്ടോ. ചെറുപയറും പിന്നെ ക്യാരറ്റും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഹെൽത്തി ഒരു ദോശയും കൂടെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.